ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ പ്രധാനപ്പെട്ട മലയാള സിനിമയാണ് ജെറ്റ് സെറ്റ് ബേബി. ഉണ്ണി മുകുന്ദൻ നായകനായ വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത ഈ ഫാമിലി എന്റർടൈനർ സിനിമ വളരെ മികച്ച അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. ഉണ്ണി മുകുന്ദന്റെ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മാർക്കോ എന്ന വയലൻസ് നിറഞ്ഞ ക്രൈം ത്രില്ലർ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും ഫാമിലി പ്രേക്ഷകർക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയ ഈ സിനിമ വൈ രാജേഷ്, അനൂപ് രവീന്ദ്രൻ എന്നിവർ ചേർന്നാണ് തിരക്കഥയൊരുക്കിയത്. ഉണ്ണി മുകുന്ദനോടൊപ്പം നിഖില വിമൽ, ചെമ്പൻ വിനോദ് ജോസ്, ശ്യാം മോഹൻ, സുരഭി ലക്ഷ്മി, ജോണി ആന്റണി, സുധീഷ്, ദിനേശ് പ്രഭാകർ, മീര വാസുദേവൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ DOP അലക്സ് ജെ പുളിക്കലാണ്. അർജുൻ മൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സംഗീതം പകർന്നിരിക്കുന്നത് സാം സിയസ് ആണ്. ഇന്ത്യയിലെ ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് ആശീർവാദ് സിനിമാസ് ആണെങ്കിൽ ലോകമെമ്പാടുമായി ഓവർസീസ് റിലീസ് ഏറ്റെടുത്തിരിക്കുന്നത് ഫാഷ് ഫിലിംസുമാണ്. ഇനി ഗെറ്റ് സെറ്റ് ബേബിയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ചിത്രം നേടിയെടുത്ത പോസിറ്റീവ് അഭിപ്രായത്തിനനുസരിച്ചുള്ള കളക്ഷൻ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം കിട്ടിയിട്ടില്ല. ആദ്യ ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി 25-30 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ മാത്രമേ നേടിയെടുക്കാൻ സാധ്യതയുള്ളൂ. അതനുസരിച്ചുള്ള ഒരു ട്രാക്കഡ് റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം ഇത്രയും കുറഞ്ഞ കളക്ഷൻ ലഭ്യമായത് എന്നെയും അത്ഭുതപ്പെടുത്തുന്നു. കുഞ്ചാക്കോ ബോബൻ നായകനായി ജിത്തു അഷറഫ് സംവിധാനം ചെയ്ത് ഇന്നലെ ഫെബ്രുവരി 20 വ്യാഴാഴ്ച തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ജഗദീഷ്, പ്രിയാമണി എന്നിങ്ങനെ താരതയുള്ള ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകനും എഴുത്തുകാരനുമായ ഷാഹി കബീറാണ്. ഇനി ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 1,40,00,000 രൂപ ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യ ദിവസം 2.5 കോടി റേഞ്ചിൽ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും സ്വന്തമാക്കിയിട്ടുണ്ട്. രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയും ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏകദേശം 1,70,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ കേരള കളക്ഷനായി ഈ സിനിമ 3 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 3 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഏകദേശം 6.5-7 കോടി റേഞ്ചിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. സജിൻ ഗോപു, അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളായി ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത് ഫെബ്രുവരി 14 തിയേറ്ററിൽ ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത സിനിമയാണ് പൈങ്കിളി. ഫഹദ് ഫാസിൽ, ജിത്തു മാധവൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ സിനിമയ്ക്ക് ആദ്യ 7 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം പരാജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. 7ാം ദിവസമായി ഇന്നലെ 15 ലക്ഷം രൂപയായിരുന്നു കേരള കളക്ഷനെങ്കിൽ ഇന്ന് കേരള കളക്ഷനായി 10 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 8 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏകദേശം 3,60,00,000 റേഞ്ചിലാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 4-4.5 കോടി റേഞ്ചിലുമാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത് ജനുവരി 23 തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ഫാൻസ്. ചിത്രത്തിൽ ഗോകുൽ സുരേഷ്, സുഷ്മിത ഭട്ട്, വിജയ് വെങ്കടേഷ്, സിദ്ദീഖ് എന്നിങ്ങനെയായിരുന്നു മറ്റ് അഭിനേതാക്കൾ. ഈ സിനിമയ്ക്ക് മികച്ച അഭിപ്രായം നേടിയെടുക്കാനായെങ്കിലും പ്രൊമോഷന്റെ അഭാവം കൊണ്ട് തന്നെ വേണ്ടത്ര കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടില്ല. നിലവിൽ ഈ സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 9,78,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ ഫൈനൽ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 11,35,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 20,05,00,000 രൂപയുമാണ്. MDയുടെ തിരക്കഥയിൽ മമ്മൂട്ടി നായകനായി ഹരിഹരൻ സംവിധാനം ചെയ്ത് 1989 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് ഒരു വടക്കം വീരകഥ. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 7 ഈ സിനിമയുടെ 4K റീമാസ്റ്റർ പതിപ്പ് തിയേറ്ററിലെത്തിയിരുന്നു. പ്രേക്ഷകർക്ക് മികച്ച ക്ലാരിറ്റിയും സൗണ്ട് എഫക്റ്റും ലഭ്യമാക്കിയ ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 90 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 1,20,00,000 മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുമുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.